ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബട്ടർ ചിക്കന്റെ റെസിപ്പി ആയാലോ. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി ഇതൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റിന് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് 2 വലിയ സവാള, 2 പഴുത്ത തക്കാളി, 3 പച്ചമുളക് എന്നിവയാണ്. ഇനി നമ്മുടെ മെയിൻ താരമായ ബട്ടർ, ഞാൻ അമൂലിന്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ മെയിൻ താരത്തെ ബട്ടറിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അരമണിക്കൂർ റെസ്റ്റിനേക്ക് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സെയിം പാനിലേക്ക് ചെറിയ കഷ്ണം പട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മൾ എടുത്തു വെച്ച ഉള്ളി ചെറുതായി മുറിച്ചത്, നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക്, ചെറുതായി മുറിച്ച പഴുത്ത തക്കാളി എന്നിവ ആഡ് ചെയ്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വാടിയതിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്ത് ഇത് നന്നായി തരികളില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഇനി നമ്മുടെ കടായി അടുപ്പത്ത് വെച്ച് നമ്മുടെ ബട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച മിക്സിംഗ് ഇതിലേക്ക് കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഈ ഒരു വെള്ളം കൂടി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അമൂലിന്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്രീം ആഡ് ചെയ്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓൾറെഡി കുക്കായ ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് 2 മിനിറ്റ് മാത്രം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കസൂരി മേത്തിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ട് മല്ലിയില ചെറുതായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് മുകളിൽ കുറച്ചുകൂടെ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിന്റെ നല്ലൊരു സ്മെല്ലും വരും. അടിപൊളി ടേസ്റ്റിയാണ്. ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.